ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കിടിലൻ സ്പാനിഷ് സിനിമ കാണാൻ പോവുകയാണ്. കോടതിയിൽ കുറ്റവാളികളെ ചോദ്യം ചെയ്ത് മൊഴി വാങ്ങി അവരെ ജഡ്ജിയുടെ മുന്നിൽ നിർത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു ജുഡീഷ്യൽ ഏജന്റായി ജോലി ചെയ്യുന്ന ഈ കഥയിലെ നായകൻ 25 വർഷം മുമ്പ് നടന്ന ഒരു അൺസോൾവ്ഡ് മിസ്റ്ററി കേസിനെക്കുറിച്ച് ഒരു നോവൽ എഴുതാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ നോവൽ പൂർത്തിയാക്കണമെങ്കിൽ ഈ കേസും അവസാനിച്ചിരിക്കണം. അതുകൊണ്ട് 25 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ആ കേസ് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒടുവിൽ അയാൾക്ക് ആ കേസ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നതാണ് ഈ സിനിമയുടെ മുഴുവൻ കഥയും. 2010 മികച്ച ഫോറിൻ സിനിമയ്ക്കുള്ള ഓസ്കർ അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിം ടെല്ലർ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2009 റിലീസ് ചെയ്ത ദ സീക്രട്ട് ഇൻ ദെയർ ഐസ് എന്ന സ്പാനിഷ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. കഥ ആരംഭിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നാണ്. ആ പെൺകുട്ടിയുടെ കണ്ണിൽ ദുഃഖവും നിരാശയും എല്ലാം കാണാം. അത്രയും സങ്കടത്തോടെ ആ പെൺകുട്ടി ഒരാളെ നോക്കുന്നു. അയാൾ ബാഗുമെടുത്ത് വേഗത്തിൽ ട്രെയിനിൽ കയറുന്നു. ട്രെയിനിന്റെ പടിയിൽ നിന്ന് അയാളും ആ പെൺകുട്ടിയെ നോക്കുന്നു. പക്ഷെ ആ പെൺകുട്ടി അവിടെ തന്നെ സങ്കടപ്പെട്ടു നിൽക്കുന്നു. അയാളും ട്രെയിനിനുള്ളിൽ പോയി ജനലിന്റെ അടുത്തുള്ള സീറ്റിലിരിക്കുന്നു. ട്രെയിൻ പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി വേഗത്തിൽ ഓടിവരുന്നു. ആ ജനൽ ചില്ലുണ്ടല്ലോ, ആ ചില്ലിൽ അവൾ കൈവയ്ക്കുന്നു. തിരിച്ച് ഇയാളും തന്റെ കൈവയ്ക്കുന്നു. അതിനുശേഷം ട്രെയിൻ വേഗത്തിൽ പോവുകയാണല്ലോ. അത്രയുള്ളൂ, അവർ രണ്ടുപേരും പിരിയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരാൾ ഒരു പേപ്പറിൽ കഥയായി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ബെഞ്ചമിൻ. ഇയാളൊരു നോവൽ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോവലിന്റെ തുടക്കത്തിൽ തന്നെ ക്ലൈമാക്സ് വെച്ചാൽ അത് നന്നായിരിക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കഥ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് എഴുതാൻ തുടങ്ങാമെന്ന് കരുതി ഇപ്പോൾ പുതിയതായി ഒന്ന് എഴുതുന്നു. റിക്കാർഡോ എന്നു പേരുള്ള ഒരാൾ തന്റെ ഭാര്യ ലിലിയാനയോടൊപ്പം രാവിലെ പ്രഭാതഭക്ഷണം കഴിക്കുന്നു. റിക്കാർഡോവിനറിയില്ല ഇതാണ് തന്റെ ഭാര്യയോടൊപ്പം കഴിക്കാൻ പോകുന്ന അവസാനത്തെ ഭക്ഷണമെന്ന്. റിക്കാർഡോവിന് തന്റെ ഭാര്യയാണ് എല്ലാം. അവൾ കാണാൻ അതിസുന്ദരിയായിരുന്നു, പ്രത്യേകിച്ച് അവളുടെ ചിരി. രാവിലെ ജനലിലൂടെ വരുന്ന സൂര്യപ്രകാശം അത് ലിലിയാനയുടെ കവിളിൽ തട്ടി. അതോടൊപ്പം അവൾ ചിരിക്കുമ്പോൾ ആ സൂര്യൻ പോലും അവരുടെ അടുത്ത് തോൽക്കും. അത്രയ്ക്ക് മനോഹരമായ ദേവതയാണവർ. ഇങ്ങനെ അയാൾ എഴുതുന്നു. അയ്യോ, ഇത് വളരെ റൊമാൻറ്റിക്കായി പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പേപ്പർ ചുരുട്ടിക്കൂട്ടി എറിയുന്നു. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നോവലാണ്, അതിനനുസരിച്ച് ഭീകരമായി എഴുതണമെന്ന് പറഞ്ഞ് ആ ലിലിയാനയെ ആരോ ക്രൂരമായി ദുരുപയോഗം ചെയ്ത് കൊന്നതായി എഴുതുന്നു. അയ്യോ, തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ അധികം പേർ വായിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അതും കീറിക്കളയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഞ്ചമിനുള്ള പ്രശ്നം. ഇപ്പോൾ ഇയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് വെറുമൊരു കഥയല്ല, 20-25 വർഷം മുമ്പ് നടന്ന ഒരു യഥാർത്ഥ കേസാണത്. ഇപ്പോൾ പല കാര്യങ്ങളും അയാൾക്കത്ര ഓർമ്മയില്ല. എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അതുകൊണ്ട് ഈ കേസിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന ഒരാളെ കാണാനായി അയാൾ തന്റെ പഴയ ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഐറിൻ എന്നൊരു ലേഡിയെ കാണുന്നു. ബെഞ്ചമിനെ കണ്ടയുടനെ അവൾ ഞെട്ടിപ്പോകുന്നു. അവളുടെ മനസ്സിൽ വലിയ സന്തോഷം. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ, ബെഞ്ചമിൻ, ഒടുവിൽ വന്നുവല്ലേ എന്ന് സാധാരണ പോലെ അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. നിന്നെ കണ്ടിട്ട് 20 വർഷമായി ബെഞ്ചമിൻ, നീ ഇപ്പോഴും അതുപോലെയാണല്ലോ. അതെ, ഞാൻ ഇപ്പോഴും അതുപോലെയാണ്. പക്ഷേ നിനക്ക് പ്രായം കൂടുന്നതനുസരിച്ച് സൗന്ദര്യം കൂടുന്നുണ്ടല്ലോ എന്ന രീതിയിൽ അയാൾ ഒരു ഫ്ലേർട്ടിംഗ് ഡയലോഗ് പറയുന്നു. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും 20 വർഷം മുമ്പ് ഇതേ കോടതിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. അതിലുപരി അവർക്കിടയിൽ ഒരു പ്രണയവുമുണ്ടായിരുന്നു. പക്ഷെ അവർ പരസ്പരം പറഞ്ഞിരുന്നില്ല. പറയൂ ബെഞ്ചമിൻ, എന്താ കാര്യം എന്ന് ഐറിൻ ചോദിക്കുമ്പോൾ, ഇത് വായിക്കൂ എന്ന് അയാൾ നോവലിന്റെ ഒരു പേജ് എഴുതിയത് ഐറിന്റെ കയ്യിൽ കൊടുക്കുന്നു. അവൾ വായിച്ചുകൊണ്ട്, എടോ, ഈ കേസ് നടന്നിട്ട് ഏകദേശം 25 വർഷമായല്ലോ. അതെ ഐറിൻ, ഇതാണ് ഞാൻ നോവലായി എഴുതാൻ ശ്രമിക്കുന്നത്. പക്ഷേ എങ്ങനെ എഴുതണമെന്നറിയില്ല. ആദ്യം നീ മാറ്റേണ്ടത് നിന്റെ കൈയക്ഷരമാണ്. നിങ്ങൾ ജോലി ചെയ്ത കാലത്ത് ഒരു ടൈപ്പ്റൈറ്റർ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതെടുത്തു കൊടുക്കുന്നു. അത് കണ്ടയുടനെ ബെഞ്ചമിന് വലിയ സന്തോഷം. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ ബട്ടൺ ശരിയായി പ്രവർത്തിക്കില്ലായിരുന്നു. തീർച്ചയായും നിങ്ങളതിപ്പോൾ ശരിയാക്കിയിട്ടുണ്ടാകുമല്ലേ? അതെല്ലാം ശരിയാക്കി ബെഞ്ചമിൻ. ഇതിൽ നീ എഴുതൂ. എടോ ഐറിൻ, എഴുതുന്നതിപ്പോൾ പ്രശ്നമല്ല കേട്ടോ, അത് എങ്ങനെ എഴുതണമെന്നതാണ് ഏറ്റവും പ്രയാസം. ഉടൻ തന്നെ ഐറിൻ, ആ കേസിൽ നിനക്ക് ഏത് കാര്യമാണ് ഏറ്റവും നന്നായി ഓർമ്മയുള്ളത്? എനിക്ക് ആ കേസിന്റെ തുടക്കം നന്നായി ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് തുടങ്ങൂ. തുടക്കത്തിൽ നിന്ന് തുടങ്ങി അവസാനം എൻഡിലേക്ക് പോകൂ എന്ന് പറയുന്നു. അങ്ങനെ ബെഞ്ചമിൻ തന്റെ കഥ ഈ കേസിന്റെ തുടക്കത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ഈ കഥ 25 വർഷം മുൻപിലേക്ക് പോകുന്നു. നമ്മുടെ ബെഞ്ചമിനുണ്ടല്ലോ, അയാൾ ഒരു കോടതിയിൽ ജുഡീഷ്യൽ ഏജന്റായി ജോലി ചെയ്യുന്നു. നമ്മുടെ ബെഞ്ചമിന് പാബ്ലോ എന്നു പേരുള്ള ഒരു ഉറ്റ സുഹൃത്തുമുണ്ട്. അവിടെ ഐറിനും ജോലി ചെയ്യുന്നുണ്ട്. ഈ പാബ്ലോ എന്നയാൾ ഐറിനെ കളിയാക്കുന്നു.
പക്ഷേ ഐറിൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയ ശേഷം നമ്മുടെ ബെഞ്ചമിൻ പാബ്ലോയുടെ അടുത്തുവന്ന്, എടോ, സാധാരണ പെൺകുട്ടികളെ കളിയാക്കിയാൽ അവർ ചെരിപ്പൂരിയടിക്കും. പക്ഷെ നീ കളിയാക്കുമ്പോൾ മാത്രം അവർക്കതൊന്നും പ്രശ്നമല്ലല്ലോ. എങ്ങനെയാടാ അത്? അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ബെഞ്ചമിൻ. ഇതൊരു മുഖം. ഈ മുഖത്തിനൊരു ഭാഗ്യം കൂടിയുണ്ട്. ഏയ്, അത് പറയടാ എന്ന് ബെഞ്ചമിൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബെഞ്ചമിനെ ഓഫീസ് ക്ലർക്ക് വിളിക്കുന്നു. സാറേ, റൊമാനോ സാർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തോ ഒരു കേസ് കാര്യമായിട്ടാണ് എന്ന് പറയുന്നു. അയ്യോ, ഈ റൊമാനോയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ബെഞ്ചമിൻ പോകുന്നു. കാരണം ബെഞ്ചമിനും ഈ റൊമാനോ എന്നയാൾക്കും ഒട്ടും അടുപ്പമില്ല. അവർ ശത്രുക്കളാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരേ ഓഫീസിൽ, അതും ഒരേ പൊസിഷനിൽ ജോലി ചെയ്യുമ്പോൾ ആ റൊമാനോ ഇടയ്ക്കിടെ നമ്മുടെ ബെഞ്ചമിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. ആ റൊമാനോ നമ്മുടെ ബെഞ്ചമിന് ഒരു കേസ് കൊടുക്കുന്നു. തീർച്ചയായും അവൻ കൊടുത്താൽ ആ കേസ് പ്രശ്നമുള്ളതായിരിക്കും. എനിക്ക് കഴിയില്ല എന്ന് ബെഞ്ചമിൻ പറയുന്നു. പക്ഷേ ഇവർക്കെല്ലാം ബോസ് പോലെ ഒരു ജഡ്ജി ഉണ്ടാകും. അയാൾ പറയുന്നത് എല്ലാവരും കേൾക്കണം. അതിലുപരി ആ ജഡ്ജിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ആ റൊമാനോ എന്നയാൾ ഇടയ്ക്കിടെ നമ്മുടെ ബെഞ്ചമിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജഡ്ജി തന്നെ പറയുന്നു, ബെഞ്ചമിൻ, ഈ കേസ് നീ തന്നെയാണ് നോക്കേണ്ടത്. അങ്ങനെ ബെഞ്ചമിനും വേറെ വഴിയില്ല. അയാൾ ആ കേസ് നോക്കാൻ പോകുന്നു. അതൊരു കൊലപാതക കേസാണ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ദുരുപയോഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖം കണ്ട ഉടൻ തന്നെ ബെഞ്ചമിന് ശരീരമാകെ എന്തോ ഒരു വിഭ്രാന്തി അനുഭവപ്പെടുന്നു. അങ്ങനെ മരിച്ച ആ പെൺകുട്ടിയുടെ പേരാണ് ലിലിയാന. അപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ളവരോട് സംശയകരമായി ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അടുത്തായി ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ ജോലി ചെയ്യുന്ന ചില തൊഴിലാളികളെ കുറച്ചു കാലമായി കാണുന്നില്ല. ഒരുപക്ഷെ അവരിത് ചെയ്തിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ബെഞ്ചമിന് ആ നിർമ്മാണത്തിൽ ജോലി ചെയ്തിരുന്നവരുടെ മേൽ സംശയമൊന്നുമില്ല. ശരി എന്ന് പറഞ്ഞത് കുറിച്ചുവെച്ച് അയാൾ നേരെ മരിച്ച ലിലിയാനയുടെ ഭർത്താവിനെ കാണാൻ പോകുന്നു. അയാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അയാളുടെ പേര് റിക്കാർഡോ. അയാളോട് നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അയാൾ ഞെട്ടിപ്പോകുന്നു. മാനസികമായി അയാൾ തകർന്നു പോകുന്നു. കാരണം അയാൾക്ക് തന്റെ ഭാര്യയോട് അത്രയ്ക്കിഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ബെഞ്ചമിൻ റിക്കാർഡോയിനോട് നിങ്ങൾക്ക് ആരെക്കുറിച്ചെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഭാര്യ മരിച്ചതിന്റെ ഞെട്ടലിലാണ്. അയാൾക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും ദുഃഖിതനായ ഈ റിക്കാർഡോയുടെ ഭാര്യയെ കൊന്ന ആ കൊലയാളിയെ ഞാൻ തീർച്ചയായും കണ്ടെത്താതെ വിടില്ല എന്ന് നമ്മുടെ ബെഞ്ചമിൻ പറയുന്നു. അങ്ങനെ നടന്ന ഈ കാര്യങ്ങളെല്ലാം അയാൾ ഐറിൻ കൊടുത്ത ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്നു. നോക്കുമ്പോൾ ആ ടൈപ്പ് റൈറ്ററിൽ ഇന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ അയാൾ ടൈപ്പ് ചെയ്തതിൽ മിസ്സായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ പേനയെടുത്ത് മാത്രം അയാൾ എഴുതി ചേർക്കുന്നു. അങ്ങനെ വീണ്ടും കഥ പാസ്റ്റിലേക്ക് പോകുന്നു. ബെഞ്ചമിൻ എങ്ങനെയെങ്കിലും ആ കൊലയാളിയെ കണ്ടെത്തണമെന്ന് വിചാരിച്ച് അതിനുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ നമ്മുടെ ഐറിനെ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നുണ്ട്. പക്ഷെ എന്തോ അവരത് പരസ്പരം പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ബെഞ്ചമിൻ ഓഫീസിലിരിക്കുമ്പോൾ അവിടെ ജഡ്ജി വരുന്നു. ഒപ്പം ആ റൊമാനോയും വരുന്നു. എന്താ ബെഞ്ചമിൻ, ആ കേസ് എങ്ങനെ പോകുന്നു? സാറേ, ആ കേസിനായുള്ള അന്വേഷണമാണ് സാർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബെഞ്ചമിൻ പറയുമ്പോൾ ഇവിടെ ആ റൊമാനോ, സാർ, ആ കേസ് ഞാൻ തീർത്തു സാർ എന്ന് പറയുന്നു. ബെഞ്ചമിൻ ഞെട്ടിപ്പോകുന്നു. എന്താ, ആ കൊലയാളിയെ കണ്ടെത്തിയോ എന്ന് ജഡ്ജിയും ആരാണ് ആ കൊലയാളികൾ എന്ന് ചോദിക്കുമ്പോൾ, സാർ, കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്ത് ഒരു നിർമ്മാണ ജോലികൾ നടന്നിരുന്നു. അവിടെ ചില തൊഴിലാളികൾ അടുത്ത ദിവസം ജോലിക്ക് വന്നില്ല. പെട്ടെന്ന് കാണാതായി. അതുകൊണ്ട് അവരായിരിക്കണം ഇത് ചെയ്തതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒടുവിൽ അവർ സത്യം സമ്മതിച്ചതുപോലെ തോന്നുന്നു. അവരാണ് കൊലയാളികൾ എന്നീ റൊമാനോ പറയുമ്പോൾ ആ ജഡ്ജി സന്തോഷിക്കുന്നു. ബെഞ്ചമിനേക്കാൾ വലിയവനാണെന്ന് നീ തെളിയിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ബെഞ്ചമിന് വല്ലാത്ത ദേഷ്യം വരുന്നു. കാരണം ആ നിർമ്മാണത്തിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ അവർ കൊലപാതകം ചെയ്തിട്ടുണ്ടാകില്ലെന്ന് അയാൾ വിശ്വസിക്കുന്നു. കാരണം ആ നിർമ്മാണത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആ വീട്ടിലേക്ക് വരണമെങ്കിൽ വാതിലോ ജനലോ തകർത്ത് വരേണ്ടിവരും. പക്ഷെ ആ വീട്ടിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അറിയാവുന്ന ആരോ ആണ് വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയും അറിയാവുന്നവരാണല്ലോ വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്ത് കൊന്നതാണെന്ന് അയാൾക്ക് തോന്നുന്നു. എന്നിരുന്നാലും ആ റൊമാനോ നിർമ്മാണത്തിൽ ജോലി ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അവരെ കാണാനായി ഇയാൾ പോകുമ്പോൾ ആ ആളുകളെ പോലീസ് തല്ലി നശിപ്പിച്ചിരുന്നു. അടികൊണ്ടിട്ട് വയ്യാതെയാണ് അവരീ കുറ്റം സമ്മതിച്ചത്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ബെഞ്ചമിൻ നേരെ റൊമാനോയുടെ അടുത്ത് പോയി, എടോ, ഒരു തെറ്റും ചെയ്യാത്തവരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുന്നു. അവിടെയുള്ളവരെല്ലാം റൊമാനോയെയും നമ്മുടെ ബെഞ്ചമിനെയും പിടിച്ചുമാറ്റുന്നു. ആ റൊമാനോ പറയുന്നു, നിനക്ക് തന്ന കേസ് ഞാൻ പരിഹരിച്ചില്ലേ, അതാണ് നിനക്ക് അസൂയ. നീ അത് പരിഹരിച്ചതല്ല, നിഷ്കളങ്കരെ അകത്താക്കിയിരിക്കുകയാണ്. യഥാർത്ഥ കൊലയാളിയെ ഞാൻ കണ്ടെത്താതെ വിടില്ല എന്നിയാൾ പ്രതിജ്ഞയെടുക്കുന്നു. പക്ഷെ ഈ കാര്യം ഇയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്റെ സുഹൃത്ത് പാബ്ലോയെ തിരയുന്നു. പക്ഷെ അയാൾ ഓഫീസിലില്ല. ഈ പാബ്ലോ ഓഫീസിലില്ലെങ്കിൽ മദ്യപിക്കാൻ വൈൻ ഷോപ്പിൽ പോയിട്ടുണ്ടാകുമെന്ന് കരുതി നേരെ അയാൾ ബാറിലേക്ക് പോകുന്നു.
നോക്കുമ്പോൾ ആ പാബ്ലോ അവിടെയുണ്ട്. ഇയാളൊരു കുടിയനാണ്. ഇയാൾക്കാകെ അറിയാവുന്ന 3 സ്ഥലങ്ങൾ വീട്, ഓഫീസ്, ബാർ മാത്രമാണ്. അപ്പോൾ ബെഞ്ചമിൻ, എടാ പാബ്ലോ, എനിക്ക് കേസിന് സഹായം വേണമെന്ന് കരുതി നോക്കുമ്പോൾ നീ ഇവിടെ കുടിച്ചു മത്തനായിരിക്കുന്നു. ശരി വാ, നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ പാബ്ലോയുടെ ഭാര്യ, ഇയാൾ കുടിച്ചു വന്നാൽ ഞാൻ വീട്ടിൽ കേറ്റില്ല, പോകുന്ന വഴിയിൽ റോഡിൽ ഉപേക്ഷിച്ചു പൊക്കോളൂ എന്ന് ഭാര്യ പറയുമ്പോൾ ബെഞ്ചമിൻ പാബ്ലോയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ബെഞ്ചമിൻ ആ കേസിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മരിച്ച ലിലിയാനയുടെ ഭർത്താവ് റിക്കാർഡോയെ അയാൾ കണ്ടുമുട്ടുന്നു. റിക്കാർഡോ തന്റെ ഭാര്യ ലിലിയാനയുടെ ഫോട്ടോ ആൽബം കൊണ്ടുവന്നു കൊടുക്കുന്നു. നമ്മുടെ ബെഞ്ചമിൻ ഓരോന്നായി ഓരോ ഫോട്ടോയും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റിക്കാർഡോ ബെഞ്ചമിനോട്, ഏതോ 2-3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ ഭാര്യയെ കൊന്നത് അവരാണോ? ഇല്ല റിക്കാർഡോ, നിങ്ങളുടെ ഭാര്യയെ കൊന്നത് തീർച്ചയായും അവരായിരിക്കില്ല. നിങ്ങൾക്കറിയാവുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, അതൊക്കെ ഇരിക്കട്ടെ. എന്റെ ഭാര്യയെ കൊന്ന ആ കൊലയാളി, അവനെ ഒരുപക്ഷെ നമ്മൾ പിടികൂടിയാൽ അവൻ എന്ത് ശിക്ഷ ലഭിക്കും എന്ന് റിക്കാർഡോ ചോദിക്കുമ്പോൾ ബെഞ്ചമിൻ, തീർച്ചയായും അവന് വധശിക്ഷ ലഭിക്കില്ല. പക്ഷെ അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെയായിരിക്കും. ഇത് കേട്ട് റിക്കാർഡോ, എനിക്കവൻ മരിക്കുന്നതിലൊട്ടും താൽപ്പര്യമില്ല. എന്താ പറയുന്നത്? നിങ്ങളുടെ ഭാര്യയെ അവൻ കൊന്നതല്ലേ? അവൻ മരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ശരി, മരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ആ ഒരു നിമിഷത്തിൽ അവൻ ചെയ്ത തെറ്റുകളൊന്നും അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ അവനൊരു ചെറിയ സ്ഥലത്ത് അടച്ചിടുമ്പോൾ അവൻ ചെയ്ത തെറ്റ് അവന്റെ മനസ്സിൽ കാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് സർ യഥാർത്ഥ ശിക്ഷ എന്ന് റിക്കാർഡോ പറയുന്നു. അപ്പോൾ ബെഞ്ചമിൻ അത് കേട്ടുകൊണ്ട് അതുപോലെ ഫോട്ടോഗ്രാഫുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 4-5 ഫോട്ടോകളിൽ എല്ലാവരും ക്യാമറയെ നോക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം മരിച്ച ആ പെൺകുട്ടിയെ, ലിലിയാനയെ തന്നെ നോക്കുന്നു. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ ഫോട്ടോഗ്രാഫുകളിലും ലിലിയാനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവനെക്കുറിച്ച് ലിലിയാന പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇവന്റെ പേരെനിക്കറിയില്ല. അവൾ ആ ആൽബത്തിൽ ലിലിയാന, ആ ഫോട്ടോയിലുള്ളവരെല്ലാം ആരൊക്കെയാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഫോട്ടോയിലുള്ള ആളുടെ പേര് ഗോമസ്. അങ്ങനെ ആ ഗോമസിനെ കണ്ടെത്താനുള്ള ജോലി ബെഞ്ചമിൻ ആരംഭിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ആ റിക്കാർഡോ ഉണ്ടല്ലോ, അയാൾ ആ ഗോമസിന്റെ നമ്പർ കണ്ടെത്തി വിളിക്കുകയും ചെയ്യുന്നു. പക്ഷെ അറ്റൻഡ് ചെയ്യുന്നത് ഗോമസിന്റെ അമ്മ. അമ്മേ, ഗോമസ് അവിടെ തന്നെയുണ്ടോ? ഇല്ല മോനെ, അവനെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് നാളായല്ലോ. അവൻ ഇപ്പോഴിവിടെയില്ല, പുറത്തു ജോലിക്ക് പോയിരിക്കുകയാണ്. ശരിയമ്മേ, അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സഹായമാകുമായിരുന്നു. അതൊക്കെ എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത്? ഇല്ല, ഞങ്ങൾക്കും ജോലിയുണ്ട്. വളരെ അടിയന്തരമായൊരു ജോലിയാണത്. ഗോമസിലൂടെ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ, അതാണ്. ഓ അങ്ങനെയോ? ഗോമസ് ഏതോ മാൻഡോ വീഡിയോ, ആ കമ്പനിയുടെ പേരെനിക്ക് കൃത്യമായി ഓർമ്മയില്ല. പക്ഷെ ഒരു നിർമ്മാണ സൈറ്റിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് 1 മാസം മുമ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഉടൻ റിക്കാർഡോ, നിങ്ങളുടെ മകൻ ഗോമസിനും ലിലിയാന എന്നു പേരുള്ളൊരു പെൺകുട്ടിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓ ലിലിയാനയോ? ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ഗോമസിന് ആ പെൺകുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കെങ്ങനെ ആ പെൺകുട്ടിയെ അറിയാം? ഇല്ലമ്മേ, ഈ ജോലിക്കായി ഗോമസിനെ നിർദ്ദേശിച്ചത് ആ പെൺകുട്ടി തന്നെയാണ്. ഓ അങ്ങനെയോ? ഗോമസ് ഇത് കേട്ടാൽ വളരെ സന്തോഷിക്കും. പക്ഷെ ഇവിടെ റിക്കാർഡോ വളരെ വിഷമിച്ച് കരയാൻ തുടങ്ങുന്നു. കാരണം അയാൾ ഉറപ്പിക്കുന്നു ആ ഗോമസാണ് തന്റെ ഭാര്യയെ കൊന്നതെന്ന്. അപ്പോൾ ഈ കാര്യം റിക്കാർഡോ ബെഞ്ചമിനോട് പറയുമ്പോൾ ബെഞ്ചമിനും ഒരു ഓഫീസറും നേരെ ആ നിർമ്മാണ സൈറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ ഗോമസ് എന്നു പേരുള്ളൊരാളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, സാർ ഇന്നലെ വരെ അവൻ ഇവിടെയുണ്ടായിരുന്നല്ലോ. ഏതോ ഒരു ഫോൺ കോൾ വന്നു, ഉടൻ എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയി. അങ്ങനെ ഏകദേശം നമ്മൾ അവനടുത്തെത്തി. അവന്റെ വീട്ടിൽ പോയി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നോർത്ത് നമ്മുടെ ബെഞ്ചമിൻ നേരെ ജഡ്ജിയുടെ അടുത്ത് വന്ന് അനുവാദം ചോദിക്കുന്നു. പക്ഷെ ബെഞ്ചമിൻ, ഈ കേസ് നേരത്തെ തന്നെ തീർന്നതല്ലേ? കുറ്റവാളികൾ ഇപ്പോൾ ജയിലിലുണ്ടല്ലോ. പക്ഷെ സാർ, അവര് നിരപരാധികളാണ്. യഥാർത്ഥ കുറ്റവാളി പുറത്തുണ്ട്. നിങ്ങൾ അനുവാദം തന്നാൽ ഞാൻ പിടികൂടും. എടോ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നമുക്ക് വേറെ 1000 ജോലികളുണ്ട്. ഈ കേസ് തീർന്നു. ഈ കേസിൽ നീ ഇടപെടരുത് എന്ന് ജഡ്ജി പറയുന്നു. പക്ഷെ ബെഞ്ചമിന് മനസ്സനുവദിക്കുന്നില്ല. എങ്ങനെയെങ്കിലും റിക്കാർഡോയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നതിനായി നമ്മുടെ ബെഞ്ചമിൻ തന്റെ സുഹൃത്ത് പാബ്ലോയെ കൂട്ടിക്കൊണ്ട് നേരെ ആ ഗോമസിന്റെ വീട്ടിലേക്ക് പോകുന്നു. ജഡ്ജി അനുവാദം കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഔദ്യോഗികമായി ഉള്ളിൽ പോകാമായിരുന്നു. പക്ഷെ അനുവാദമില്ലാതെയാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിൽ ഗോമസിന്റെ അമ്മയുണ്ടല്ലോ, അവരെപ്പോൾ പുറത്തുപോകും എന്ന് നോക്കി അവർ കാത്തിരിക്കുന്നു. അതുപോലെ അവർ പുറത്തുപോകുന്നു. ആ ഇടവേളയിൽ നമ്മുടെ ബെഞ്ചമിനും പാബ്ലോയും ഗോമസിന്റെ വീട്ടിലേക്ക് പോയി എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് തിരയാൻ തുടങ്ങുന്നു. അപ്പോഴതാ ആ ഗോമസ് ഉണ്ടല്ലോ, അയാൾ തന്റെ അമ്മയ്ക്കു വേണ്ടി എഴുതിയ കത്തുകൾ അവിടെയുണ്ട്. അത് ബെഞ്ചമിൻ കാണുന്നു. ഈ കത്തിന്റെ കവർ കിട്ടിയാൽ ആ ഗോമസ് ഏത് വിലാസത്തിൽ നിന്നാണ് ഇതൊക്കെ അയച്ചത് എന്ന് കണ്ടെത്താം. പക്ഷെ ഇവിടെ വെറും കത്തുകൾ മാത്രമാണുള്ളത്.
അതുകൊണ്ട് ചവറുകുട്ടയിൽ പോയി തിരയുന്നു, ഒന്നും കിട്ടുന്നില്ല. ഈ സമയത്ത് ഗോമസിന്റെ അമ്മ തിരിച്ചുവരുന്നു. ഇവർ കത്തുകളെല്ലാം ഭദ്രമായി വെച്ച് അവിടെ നിന്ന് തിരിച്ച് അവരുടെ കാറിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ പാബ്ലോ ബെഞ്ചമിനെ നോക്കി, എടാ പാബ്ലോ, എന്തിനാ ആ കത്തുകൾ അവിടെ വെച്ചിട്ട് വന്നത്? കാരണം ആ കത്തുകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആരോ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് അമ്മ മനസ്സിലാക്കുമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കത്തുകൾ അവിടെ വെച്ചിട്ട് വന്നത്. ഓ, ഇതായിരുന്നോ നിന്റെ പ്ലാൻ? എടാ, പ്ലാൻ എന്നോട് പറഞ്ഞു തരണമായിരുന്നില്ലേ? നീ വെച്ച കത്തുകൾ ഞാൻ എടുത്തോണ്ട് വന്നു. അയ്യോ പാബ്ലോ, എടാ, എടുക്കുമ്പോഴെന്നോട് ചോദിക്കണ്ടേ? ശരി, എന്തായാലും സാരമില്ല, ഈ കത്ത് വെച്ച് അവൻ എവിടെയാണെന്ന് കണ്ടെത്താം എന്ന് പറഞ്ഞ ആ കത്ത് വായിച്ചു തുടങ്ങുന്നു. പക്ഷെ അതിൽ വലിയ ക്ലൂ ഒന്നും ലഭിക്കുന്നില്ല. വെറുമൊരു സാധാരണ കത്ത്, ഒരുപാട് പേരുടെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ബെഞ്ചമിന് എങ്ങനെയെങ്കിലും ആ കൊലയാളിയെ കണ്ടുപിടിച്ചേ മതിയാകൂ. അങ്ങനെ പാരലലായി അതിനുള്ള ജോലികളെല്ലാം അയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച ലിലിയാനയുടെ ഭർത്താവ് റിക്കാർഡോ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ ബെഞ്ചമിനും അയാളുടെ അടുത്ത് ചെന്നിരുന്ന്, ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ? ഞാൻ ആ ഗോമസിനായി കാത്തിരിക്കുകയാണ്. എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഈ സ്ഥലത്ത് വന്ന് അവൻ വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവൻ കുടുങ്ങിയാൽ ഉടൻ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും എന്ന് ആ റിക്കാർഡോ പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ബെഞ്ചമിൻ വളരെ വിഷമിക്കുന്നു. കാരണം പാവം റിക്കാർഡോ ഭാര്യ മരിച്ച ശേഷം മറ്റൊരു ജോലിയും നോക്കാതെ ആ കൊലയാളിയെ കണ്ടെത്തണമെന്ന് ഓർത്തിരിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ച് ബെഞ്ചമിൻ നേരെ ഐറിനെ കാണുന്നു. അപ്പോൾ ഐറിൻ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം എന്നിയാൾ പറഞ്ഞുവിടൻ ഐറിൻ ചിന്തിക്കുന്നത്, ഓ, ഇവൻ എന്നോട് പ്രണയം പറയാൻ പോവുകയാണല്ലോ എന്ന്. അങ്ങനെ അവൾ വാതിലടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വാതിലടയ്ക്കാൻ പോകുന്നു. അപ്പോൾ ആ പാബ്ലോ ഉള്ളിൽ വന്ന്, എന്താ എന്താ എന്നെ പുറത്തു നിർത്താൻ പോവുകയാണോ? ഞാനും ഇതിലുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളിൽ വന്നിരിക്കുന്നു. അപ്പോഴാണ് ഐറിൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ ബെഞ്ചമിൻ പ്രണയം പറയാൻ വന്നതല്ല, വേറെന്തോ കാര്യമാണ്. അങ്ങനെ അവൾ ദേഷ്യത്തിൽ വന്ന്, എന്താ കാര്യം? അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജഡ്ജി ക്ലോസ് ചെയ്തില്ലേ ആ ലിലിയാനയുടെ ഫയൽ? ആ ഫയൽ ഇപ്പോൾ ഓപ്പൺ ആക്കണം. ഉള്ളിലിരിക്കുന്ന ഡോക്യുമെന്റുകളെല്ലാം നീ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ യഥാർത്ഥ കുറ്റവാളിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഐറിൻ സമ്മതിക്കുന്നു. ഇപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഐറിൻ ഉള്ളിൽ ചില ജോലികളെല്ലാം ചെയ്ത് ഇപ്പോൾ ആ കേസ് ഓപ്പൺ ആയിരിക്കുന്നത് പോലെ ആക്കുന്നു. പക്ഷെ എത്രനാൾ ഇത് മറ്റുള്ളവർ അറിയാതെ ഇരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് വേഗത്തിൽ അവർ കേസ് പരിഹരിച്ചേ മതിയാവൂ. ഒരു ദിവസം നമ്മുടെ ബെഞ്ചമിൻ ആ കത്തിലുള്ള പേര് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കത്തുകൾ കാണുന്നില്ല. ഒരുപക്ഷെ അത് ആ പാബ്ലോയുടെ അടുത്തുണ്ടാകുമോ എന്ന് കരുതി പാബ്ലോയെ കാണാൻ ചെല്ലുമ്പോൾ അയാളെയും കാണുന്നില്ല. ഓഫീസിലില്ലെങ്കിൽ അവൻ ബാറിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് കരുതി വേഗത്തിൽ പോകുന്നു. നോക്കുമ്പോൾ ഇയാൾ വിചാരിച്ചതുപോലെ പാബ്ലോ ആ കത്തുകളെല്ലാം വെച്ച് ബാറിലുണ്ട്. എടാ പാബ്ലോ, നിനക്ക് ബുദ്ധി കെട്ടുപോയോ? ഇത് നമ്മുടെ തെളിവാണ്. ഇതിവിടെ കൊണ്ടുവന്ന് മദ്യപിച്ചിട്ട് എവിടെയെങ്കിലും കളഞ്ഞാൽ എന്തു ചെയ്യും? എടോ ബെഞ്ചമിൻ, ഞാനങ്ങനെ ചെയ്യുമോ? ഇന്നീ സ്ഥലത്ത് ഞാൻ കുടിക്കാൻ വന്നതല്ല. ആ കൊലയാളി ഗോമസിനെ കണ്ടെത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എടാ, ബാറിൽ വന്ന് എന്താടാ കണ്ടെത്താൻ പോകുന്നത്? ക്ഷമയോടെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പാബ്ലോ ബാറിൽ തന്റെ സുഹൃത്തിന്റെ അടുത്തുപോയി ഗോമസ് എഴുതിയ കത്തിലുള്ള പേരുകളെല്ലാം വായിച്ചു കേൾപ്പിക്കുന്നു. അതിലൊരു സുഹൃത്ത്, എടാ, ഇതൊക്കെ വലിയ വലിയ ഫുട്ബോൾ കളിക്കാരുടെ പേരാണ്. അതും ഒരുപാട് അണ്ടർ റേറ്റഡ് ഫുട്ബോൾ കളിക്കാരുടെ പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കത്തെഴുതിയവൻ തീർച്ചയായും ഒരു ഫുട്ബോൾ ഭ്രാന്തനായിരിക്കണം. അങ്ങനെ ബെഞ്ചമിനും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ ഗോമസിന് ഫുട്ബോൾ വളരെ ഇഷ്ടമാണല്ലോ. അങ്ങനെ അടുത്തുള്ള എവിടെയെല്ലാം വലിയ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം പോയി തെരയാൻ തുടങ്ങുന്നു. അങ്ങനെ തെരഞ്ഞ് ഒടുവിൽ ആ ഗോമസിനെ നമ്മുടെ ബെഞ്ചമിൻ കണ്ടെത്തുന്നു. എടാ, നീ ഗോമസ് തന്നെയല്ലേ എന്ന് ചോദിച്ച ഉടൻ ഗോമസ് പേടിച്ചു ഓടുന്നു. ഇവരും പിന്നാലെ ഓടുന്നു. ഒടുവിൽ ആ ഗോമസിനെ പിടിച്ച് അയാളെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഐറിൻ മനസ്സിലാക്കുന്നു. അവൾ ബെഞ്ചമിനോട്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ചെയ്യുന്നത് ഔദ്യോഗികമായൊരു അന്വേഷണമല്ല. നിന്നോടൊപ്പം വലിയൊരു അഭിഭാഷകനോ ജഡ്ജിയോ ഉണ്ടായിരിക്കണം. അങ്ങനെ ആരുമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നാൽ ഒരു കാര്യവും നടക്കില്ല. ഈ കേസ് നേരത്തെ തന്നെ തീർന്നു എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. എനിക്ക് തോന്നുന്നത് ഇവനാണ് കുറ്റവാളി. എന്താ, അവൻ കുറ്റവാളിയോ? നിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ട്? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അവൻ കുറ്റവാളിയാകാൻ സാധ്യതയില്ല എന്ന് ഐറിൻ പറയുന്നു. പക്ഷെ ബെഞ്ചമിൻ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ഉള്ളിൽ പോയി ആ ഗോമസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. നിന്റെ പേരെന്താ? എന്റെ പേര് ഗോമസ്. നീ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? എന്തിനാ എന്നെ ആവശ്യമില്ലാതിരുത്തി ചോദ്യം ചെയ്യുന്നത്? ചോദിച്ചതിന് മാത്രം മറുപടി പറയ്. നീ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അതൊരു നിർമ്മാണ സൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളവിടെ വന്ന് നിന്നെ കാണാമെന്ന് കരുതിയതാണ്. പക്ഷെ നിനക്കേതോ ഒരു കോൾ വന്നു. ഉടനെല്ലാം പാക്ക് ചെയ്ത് ഓടിപ്പോയെന്ന് പറഞ്ഞു. വിളിച്ചത് നിന്റെ അമ്മ തന്നെയല്ലേ? അപ്പോൾ ഗോമസ്, ഇവിടെ നോക്കൂ, ഇപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാ വിളിച്ചു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ലിലിയാനയെ അറിയാമോ എന്ന് ചോദിച്ചുടൻ ഗോമസിന്റെ മുഖം മാറുന്നു. എനിക്കവളെ അറിയാം.
കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്റെ സുഹൃത്താണവൾ. ശരി, ഇപ്പോഴെന്തിനാ ആവശ്യമില്ലാതെ ലിലിയാനയെക്കുറിച്ച് ചോദിക്കുന്നത്? അവൾക്കെന്തു പറ്റി? ലിലിയാനയെ ആരോ ക്രൂരമായി ദുരുപയോഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് നീയായിരിക്കുമോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താ? ഞാനോ? ഞാൻ ലിലിയാനയെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, അറിയാമോ? പിന്നെന്തിനാടാ ഞങ്ങളെ കണ്ട ഉടൻ ഓടിയത്? എന്താ, പെട്ടെന്ന് ഓടി വന്നാൽ പേടിച്ചോടുകയല്ലേ ചെയ്യൂ? ഇതൊരു ചോദ്യമാണോ? ഒരു തെളിവുമില്ലാതെ എന്ന് കുറ്റപ്പെടുത്തുന്നത് വളരെ തെറ്റാണെന്നറിയാമോ എന്നയാൾ നല്ലവനെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഐറിൻ ഉള്ളിൽ വരുന്നു. അവൾ ബെഞ്ചമിനോട്, ഞാൻ പറഞ്ഞതല്ലേ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. നേരത്തെ അറസ്റ്റ് ചെയ്തു വച്ചില്ലേ? നിർമ്മാണ സൈറ്റിൽ നിന്ന് പിടിച്ചില്ലേ? അപ്പോൾ അവരായിരിക്കണം ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്ന് അവർ സംസാരിച്ചുകൊണ്ട് ആ ഗോമസിനെ നോക്കുമ്പോൾ ആ ഗോമസ് നമ്മുടെ ഐറിനെ തെറ്റായ സ്ഥലത്ത് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അത്രയേയുള്ളൂ. ഐറിന് മനസ്സിലാകുന്നു ഇവനാണ് ആ ലിലിയാനയെ കൊലപ്പെടുത്തിയത് എന്ന്. പക്ഷേ എങ്ങനെയെങ്കിലും അവനെക്കൊണ്ട് സമ്മതിപ്പിക്കണം. അതുകൊണ്ട് അവർ ആ ഗോമസിന് ദേഷ്യം വരുന്ന രീതിയിൽ സംസാരിക്കുന്നു. എടോ ബെഞ്ചമിൻ, ഞാൻ പറഞ്ഞതല്ലേ ഇവന്മേൽ ഒരു തെറ്റുമില്ലെന്ന്. ലിലിയാനയെ കൊന്നവൻ വളരെ ശക്തനായിരിക്കുമെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവനെ നോക്കൂ, ദുർബലനെ പോലെയാണുള്ളത്. ഇവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം കൊലപ്പെടുത്താനുള്ള ധൈര്യമൊന്നും ഇവനില്ലെന്ന്. ഇവനെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഡമ്മി പീസിനെ പുറത്തുവിടൂ. ഇവൻ യഥാർത്ഥ കൊലയാളിയാകാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ദേഷ്യം വന്ന ഗോമസ് ഐറിനെ തല്ലിയിട്ട്, എന്താ, ഞാൻ ഡമ്മി പീസോ? ആ പെണ്ണിനെ പീഡിപ്പിച്ചു കൊന്നത് ഞാനാണെന്ന് സത്യം സമ്മതിക്കുന്നു. പെട്ടെന്ന് ദേഷ്യത്തിൽ സത്യം പറഞ്ഞ് അയാൾ കുടുങ്ങിപ്പോയി. അയാളെ അറസ്റ്റ് ചെയ്തു. ഗോമസ് ജയിലിൽ പോകുന്നു. മരിച്ച ലിലിയാനയുടെ ഭർത്താവുണ്ടല്ലോ, റിക്കാർഡോ, അയാളോട് കാര്യങ്ങൾ പറയുന്നു. നീ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു. അവൻ ട്രെയിൻ ഉപയോഗിക്കാറില്ലെന്ന് പറയുന്നു. അവൻ ബസ്സിലാണ് പോകുന്നത്. എന്തൊക്കെയായാലും അവനെ അറസ്റ്റ് ചെയ്തു. ഇനി അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും എന്ന് പറഞ്ഞ് റിക്കാർഡോയും സന്തോഷിക്കുന്നു. അങ്ങനെ എല്ലാം ഭംഗിയായി അവസാനിക്കുന്നു. ഒരു ദിവസം ടിവിയിൽ സർക്കാർ പരിപാടിയിൽ പ്രസിഡന്റിനടുത്ത് ഒരു വ്യക്തി നിൽക്കുന്നു. ബെഞ്ചമിനും നന്നായി നോക്കുമ്പോൾ ജയിലിൽ കിടക്കേണ്ട ഗോമസാണ് പ്രസിഡന്റിനടുത്ത് നിൽക്കുന്നത്, ഒരു സെക്യൂരിറ്റി ഗാർഡായി. ബെഞ്ചമിൻ ഞെട്ടിപ്പോകുന്നു. ഐറിനോടും കാര്യങ്ങൾ പറഞ്ഞ് അവർ റൊമാനോയെ കാണാൻ പോകുന്നു. അയാൾ കൂളായി ഞങ്ങൾ തന്നെയാണ് അവനെ വിട്ടയച്ചത് എന്ന് പറയുന്നു. അവനൊരു പെണ്ണിനെ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ അവനെ വിട്ടയച്ചോ? ഇങ്ങോട്ട് നോക്കൂ. അവൻ എന്തു ചെയ്തു എന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവൻ വളരെ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവനെ സെക്യൂരിറ്റി ഗാർഡായി വെച്ചിരിക്കുകയാണ്. കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുമോ എന്ന് പറയുന്നത് പോലെ അവനൊരു കൊലയാളിയാണ്. ഇപ്പോൾ അവന്റെ കയ്യിൽ ലൈസൻസുള്ള തോക്കും കൊടുത്തിരിക്കുന്നു. ഇനി എത്ര പേരെയാണ് അവൻ കൊല്ലാൻ പോകുന്നതെന്ന് അവർ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയുന്നു. എത്ര വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. അവർ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ലിഫ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരാൾ കൈയിട്ട് ലിഫ്റ്റ് നിർത്തുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ അത് ഗോമസാണ്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് ടിപ് ടോപ്പായി നിൽക്കുന്നു. ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് ലോഡ് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ട് തിരിച്ചുള്ളിൽ വെച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തെറ്റ് ചെയ്തിട്ടും എത്ര ധൈര്യത്തിലാണവൻ പുറത്ത് കറങ്ങുന്നത് എന്നോർത്ത് അവർ വിഷമിക്കുന്നു. ഈ വിഷയം റിക്കാർഡോ ഉണ്ടല്ലോ, അയാളോട് വന്ന് പറയുന്നു. അയാൾക്ക് ദേഷ്യം വരുന്നു. അവനെ പിടിച്ചാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി അവനെ ഉപയോഗിക്കുന്നത്? റിക്കാർഡോ, ഇങ്ങനെ ചെയ്യുമെന്നെനിക്കറിയില്ലായിരുന്നു. നീ നമ്മുടെ സർക്കാരിനെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? അവനെ കൊണ്ടുപോയി ജീവിതകാലം മുഴുവൻ ജയിലിലിടും. ഒരുത്തൻ ദുഷ്ടനായിരിക്കും, കൊലപാതകം ചെയ്യും, അവനെ കൂടെ കൊണ്ടു നടക്കും. ഈ അവസ്ഥയാണിപ്പോൾ നടക്കുന്നത്. എനിക്കും നിനക്കും സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബെഞ്ചമിൻ വളരെ വിഷമത്തോടെ പറയുന്നു. ഇത് കേട്ട റിക്കാർഡോയും വളരെ ദുഃഖിതനാകുന്നു. ഈ നീതിയും ന്യായവും സത്യസന്ധതയുമെല്ലാം വെറും വാക്കുകൾക്ക് മാത്രമാണോ എന്ന് ചോദിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഐറിൻ ബെഞ്ചമിനെ വളരെ ഇഷ്ടപ്പെടുന്നു. ബെഞ്ചമിനും വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരാളും മറ്റൊരാളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഐറിൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. എനിക്കും നിന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാം എന്ന് ഇയാളും പറയുന്നു. അങ്ങനെ ഇവരുടെ പ്രണയം ഇന്ന് നടക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ ബെഞ്ചമിന്റെ സുഹൃത്ത് പാബ്ലോ ഉണ്ടല്ലോ, അയാൾ പതിവ് പോലെ ബാറിൽ പോയി മദ്യപിക്കുകയാണ്. അവിടെ വഴക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. ബെഞ്ചമിൻ വേഗത്തിൽ പാബ്ലോയെ വിളിക്കാൻ വേണ്ടി പോകുന്നു. അയാൾ നല്ലപോലെ മദ്യപിച്ചിരിക്കുന്നു. എടാ, നീ ഇപ്പോൾ വീട്ടിൽ പോയാൽ എങ്ങനെയായാലും നിന്റെ ഭാര്യ നിന്നെ പുറത്താക്കും. അതിനു പകരം നീ എന്റെ വീട്ടിൽ വന്ന് കിടന്നോ എന്നു പറഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എടാ പാബ്ലോ, നീ ഇവിടെ നിൽക്ക്, ഞാൻ വീട്ടിൽ പോയി നിന്റെ ഭാര്യയെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരാം എന്നു പറഞ്ഞ് പാബ്ലോയുടെ വീട്ടിൽ പോയി അയാളുടെ ഭാര്യയോട് സംസാരിച്ച് സമാധാനപ്പെടുത്തി അയാളുടെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് വരുന്നു. പാബ്ലോയെ കാണാൻ വേണ്ടി വന്നപ്പോൾ പാബ്ലോ മരിച്ചു കിടക്കുന്നു. ആരോ വെടിവെച്ചിരിക്കുന്നു. അങ്ങനെ പാബ്ലോയുടെ ഭാര്യ വളരെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങുന്നു. ബെഞ്ചമിന്റെ ഒരു ഫോട്ടോ ടേബിളിലുണ്ടാകും. അതിപ്പോൾ താഴെ വീണ് മറച്ചുവെച്ചിരിക്കുന്നു. ഇതൊക്കെ ബെഞ്ചമിൻ കാണുന്നു.
ഒരുപക്ഷേ എന്നെ കൊല്ലാൻ വന്ന് എന്റെ സുഹൃത്ത് പാബ്ലോയെ കൊന്നതാണോ ആ ഗോമസ് എന്ന് ഇയാൾ ചിന്തിക്കുന്നു. അങ്ങനെ ഇനി ബെഞ്ചമിൻ ഇവിടെ നിന്നാൽ വളരെ വലിയ അപകടമാണ്. അതിനാൽ വേഗത്തിൽ ഈ സ്ഥലം വിട്ടുപോകണം. ഇന്നു വൈകുന്നേരം ഐറനും ബെഞ്ചമിനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്ന് കരുതിയപ്പോൾ ഇപ്പോൾ ബെഞ്ചമിൻ ജീവൻ ഭയന്നു പോവുകയാണ്. ഈ ഇടവേളയിൽ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഐറനും ഇവിടെ നിന്ന് വളരെ ദൂരെ അവർക്കറിയാവുന്ന ഒരു സ്ഥലത്തേക്ക് ബെഞ്ചമിനെ അയക്കുന്നു. ബെഞ്ചമിനും ബാഗ് എടുത്ത് ട്രെയിനിൽ കയറാൻ പോവുകയാണ്. ഇത് ഐറിൻ വളരെ ദുഃഖത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുതന്നെയാണ് നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ ഐറിൻ ഓടിവരും. അവർ കൈ ആ ജനലിലെ ഗ്ലാസിൽ വയ്ക്കും. അതിനു പകരമായി അയാളും വയ്ക്കും. അങ്ങനെ പിരിഞ്ഞുപോയവർ 25 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഈ ബെഞ്ചമിന്റെ മനസ്സിലും പ്രണയമുണ്ട്. ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. നിനക്കു വേണ്ടിയാണ് ഞാൻ വന്നത് എന്നു പറയാതെ ഞാൻ നോവൽ എഴുതാൻ വന്നതാണ് എന്നു പറഞ്ഞ് അയാൾ ഐറിന്റെ അടുത്ത് വന്നിരിക്കുന്നു. എങ്ങനെയായാലും അയാൾ ഈ നോവൽ പൂർത്തിയാക്കാൻ പോകുന്നു. പക്ഷേ അതിനു മുമ്പ് മരിച്ചുപോയ ലിലിയാനയുടെ ഭർത്താവ് അയാളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിഞ്ഞാൽ അതും നോവലിൽ എഴുതാമെന്ന് വിചാരിച്ച് ആ റിക്കാർഡോയുടെ വിലാസം കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് നമ്മളുടെ ബെഞ്ചമിൻ പോകാൻ തുടങ്ങുന്നു. നോക്കിയപ്പോൾ ആ റിക്കാർഡോ കുറച്ച് പ്രായമായി. ഇപ്പോഴും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഭാര്യയുടെ ഓർമ്മകളുമായി. ആ റിക്കാർഡോ നമ്മളുടെ ബെഞ്ചമിനെ നോക്കി, നിങ്ങൾ ആരെ പേടിച്ചാണ് ഓടിപ്പോയത്? ആ ഗോമസിനെ പേടിച്ചല്ലേ? ഇപ്പോൾ ധൈര്യമായി വന്നിരിക്കുന്നു. കാരണം ആ ഗോമസ് പണ്ടേ മരിച്ചുപോയി, അതുകൊണ്ടല്ലേ എന്നയാൾ ചോദിക്കുന്നു. നമ്മളുടെ ബെഞ്ചമിനും, ഞാൻ ആ ഗോമസിനെ പേടിച്ചോടിയതല്ല. സത്യം പറഞ്ഞാൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഗോമസ് ആയിരുന്നില്ല. കാരണം ആ ഗോമസിനെ എനിക്ക് നന്നായി അറിയാം. അയാൾ നേരിട്ടെന്നെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. എന്തിനെന്റെ സുഹൃത്തിനെ കൊല്ലണം? കാരണം എന്നെ കൊല്ലാൻ വന്നവർ വാടക കൊലയാളികളാണ്. ആരോ ഒരാൾ എന്നെ കൊല്ലാൻ പറഞ്ഞയച്ചതാണ്. വീടിന്റെ വിലാസം മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ ആ ആളുകൾ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. പക്ഷേ അപ്പോൾ എന്റെ വീട്ടിലുണ്ടായിരുന്നത് എന്റെ സുഹൃത്തായിരുന്നു. എന്റെ സുഹൃത്തിനും മനസ്സിലായി എന്നെയാണ് കൊല്ലാൻ വരുന്നതെന്ന്. അതുകൊണ്ടാണ് ഡെസ്കിലുണ്ടായിരുന്ന എന്റെ ഫോട്ടോ മൂടിവെച്ചത്. അങ്ങനെ അകത്തു വന്നവർ എന്റെ സുഹൃത്തിനെ ഞാനാണെന്ന് കരുതി കൊന്നു. അതുപോലെ ആ ഗോമസ് അയാൾ എവിടെയോ കാണാതായിപ്പോയെന്നാണ് പറഞ്ഞത്. നീ എന്താ മരിച്ചുപോയെന്ന് പറയുന്നത് എന്ന് ബെഞ്ചമിൻ ചോദിക്കുമ്പോൾ, അതെ, ഞാൻ തന്നെയാണ് അവനെ തട്ടിക്കൊണ്ടുപോയി എന്റെ കാറിന്റെ ഡിക്കിയിലിട്ട് എന്റെ കൈകൊണ്ട് തോക്കെടുത്ത് വെടിവെച്ച് കൊന്നത് എന്നയാൾ പറയുമ്പോൾ ബെഞ്ചമിൻ ഞെട്ടി. കാരണം നിങ്ങളുടെ നീതിയും ന്യായവും സത്യസന്ധതയുമെല്ലാം വിശ്വസിച്ച് എനിക്കിരിക്കാൻ കഴിയില്ല. അവനുള്ള ശിക്ഷ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊടുത്തു. ഇനി എനിക്ക് ഒന്നും ഇതിനെക്കുറിച്ച് ഓർക്കാൻ ആഗ്രഹമില്ല. ദയമായി ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ബെഞ്ചമിൻ അവിടെ നിന്ന് പോകുന്നു. കാർ ഓടിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിക്കാർഡോ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നു. ഇപ്പോൾ അവനെ കൊന്നാലുടൻ അവൻ മരിച്ചുപോകും. അവൻ ചെയ്ത തെറ്റുകളൊന്നും അവൻ മനസ്സിലാക്കില്ല. പക്ഷേ അവനെ ജീവിതകാലം മുഴുവൻ അടച്ചിട്ടാൽ അവൻ ഓരോ ദിവസവും ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞ റിക്കാർഡോ എങ്ങനെയാണ് ഗോമസിനെ കണ്ട ഉടൻ വെടിവെച്ചത്? ഇതിന് സാധ്യതയില്ലല്ലോ എന്ന് വിചാരിച്ച് കാർ റിവേഴ്സ് എടുത്ത് സാവധാനം ആ റിക്കാർഡോയുടെ വീട്ടുവളപ്പിലേക്ക് ബെഞ്ചമിൻ കടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ റിക്കാർഡോ കയ്യിൽ ഭക്ഷണമെടുത്ത് അയാളുടെ വീടിന്റെ ഒരു ബേസ്മെന്റ് പോലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. പിന്നാലെ നമ്മുടെ ബെഞ്ചമിനും വരുന്നു. അങ്ങനെ ചെന്നു നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ആ ഗോമസിനെ റിക്കാർഡോ വീടിനുള്ളിൽ ഒരു ജയില് പോലെ ഒരുക്കി അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷമായി അയാൾ അതേ സ്ഥലത്ത് തന്നെയാണ്. സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷേ ആ റിക്കാർഡോയുണ്ടല്ലോ, അയാൾ ആ ഗോമസിനോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ബെഞ്ചമിനും അകത്തേക്ക് വരുന്നു. ഇത് റിക്കാർഡോയും കാണുന്നു. നേരെ പോയി ബെഞ്ചമിൻ ഗോമസിനെ നോക്കുമ്പോൾ, സർ, ഞാനൊരു വലിയ തെറ്റു ചെയ്തു സർ. ഞാൻ ആ തെറ്റിനെക്കുറിച്ച് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അയാളോട് എന്നോടൊരു വാക്ക് സംസാരിക്കാൻ പറയൂ. 25 വർഷമായി ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. നിങ്ങളെങ്കിലും എന്നോട് സംസാരിക്കൂ എന്ന് അയാൾ നിലവിളിക്കുന്നു. അങ്ങനെ റിക്കാർഡോ ഇത്രയും വർഷമായി വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ കാര്യം നമ്മുടെ ബെഞ്ചമിൻ ഇപ്പോൾ കണ്ടു. എന്നിരുന്നാലും റിക്കാർഡോ ബെഞ്ചമിനെ ഒന്നും ചെയ്തില്ല. കാരണം റിക്കാർഡോയ്ക്കറിയാം ഇയാളൊന്നും പുറത്തു പറയില്ലെന്ന്. അങ്ങനെ ബെഞ്ചമിനും ഇവനെപ്പോലുള്ളവർ ഇങ്ങനെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്ന് റിക്കാർഡോയെക്കുറിച്ച് പുറം ലോകത്തൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നോവലിനായുള്ള ജോലികൾ ചെയ്യുന്നു. ഒരുവിധം എല്ലാ നോവലുകളും പൂർത്തിയാക്കുന്നു. അപ്പോഴാണ് അയാളുടെ മനസ്സിലൊരു കാര്യം തോന്നുന്നത്. ഐറിനെ താൻ തുടക്കം മുതലേ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഇനിയുള്ള ജീവിതം ഐറിന്റെ കൂടെ ചിലവഴിക്കണമെന്ന് വിചാരിച്ച് നേരെ ഐറിനെ ചെന്ന് കാണുന്നു. ഐറിൻ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. അങ്ങനെയായിരുന്നു. അത് സാധാരണ കാര്യമാണെങ്കിൽ ഇരുന്ന് സംസാരിക്കുക.
അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ വാതിലടയ്ക്കുക എന്ന് പറയുന്നു. അങ്ങനെ ബെഞ്ചമിൻ വാതിലടയ്ക്കുന്നു. അങ്ങനെ ഈ ഫിലിം ഇവിടെ അവസാനിക്കുന്നു. ഇനി അയാളുടെ പ്രണയം ശരിയാകും. സമാധാനപരമായ ഒരു ജീവിതം അയാൾ അയറിന്റെ കൂടെ ജീവിക്കും. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്നത് ഈ ലോകത്തിന്റെ നിയമമാണ്. എന്നാൽ ആ നിയമം പണത്തിന്റെ മുൻപിൽ പലപ്പോഴും തോറ്റുപോകുന്നു. കൊലപാതകിയും ചിരിച്ചുകൊണ്ട് പുറത്തു നടക്കുമ്പോൾ കുറ്റബോധം മാത്രം ഇരുട്ടിൽ ശിക്ഷ അനുഭവിക്കുന്നു. പലപ്പോഴും ജയിലിൽ അടയ്ക്കപ്പെടുന്നത് ശരീരമല്ല, സത്യമാണ്. പണമുണ്ടെങ്കിൽ കൊലപാതകിയും മാന്യനാകുന്ന നാടാണിത്. ഇവിടെ ജയിലഴികൾക്കുള്ളിൽ ശ്വാസം മുട്ടുന്നത് കുറ്റവാളികളല്ല, ആരും കേൾക്കാതെ പോകുന്ന ഇരകളുടെ നിലവിളികളാണ്. അങ്ങനെ എന്തായാലും ഈ ചിത്രം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. മറ്റൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.